നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ പഠിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പോയിൻറ്റും പൊസിഷൻ ചെയ്തതിന് ശേഷം അത് അളന്ന് പഠിക്കുക എന്നുള്ളതല്ല. ആദ്യം മൾട്ടിമീറ്ററിനെ കുറിച്ച് മനസ്സിലാക്കുക. മൾട്ടിമീറ്ററിനെ പൊതുവെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് അനലോഗ് മൾട്ടിമീറ്റർ, ദെൻ ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഇപ്പോൾ ഏറ്റവും അധികം പ്രചാരത്തിലുള്ളത് ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. അതുകൊണ്ട് അത് തന്നെ പറയാം. നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു വില കുറഞ്ഞ 100-200 രൂപ വില വരുന്നൊരു മൾട്ടിമീറ്റർ വാങ്ങിയാൽ മതി. അതേ ആവശ്യമുള്ളൂ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. രണ്ട് ആവശ്യത്തിനാണ് പ്രധാനമായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഒന്ന്, റെസിസ്റ്റർ അളക്കാൻ വേണ്ടി. പിന്നെ അഥവാ കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അതാണ്. രണ്ട് കമ്പോണൻറ്റുകൾ ടെസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ, ട്രാൻസ്ഫോമർ, IC മീൻസ് അങ്ങനെ സെമി കണ്ടക്ടേഴ്സ് എന്തുമാവട്ടെ, ആ തരത്തിൽപ്പെട്ട ഒരുപാട് കമ്പോണൻസ്. അപ്പോൾ കപ്പാസിറ്ററുകൾ ഉണ്ടാവാം. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഈ കാലത്ത് ഞാനിത് ഏതാണ്ട് ചിത്രത്തിൽ കൊടുത്തതുപോലെ റെഡിമെയ്ഡ് നിങ്ങൾക്കൊരു ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് വാങ്ങാൻ കിട്ടും. അതിനകത്ത് നമ്മൾ ജസ്റ്റ് കമ്പോണൻറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അത് NPN ആണോ PNP ആണോ നല്ലതാണോ എല്ലാം അറിയാൻ കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരമാവധി കുറഞ്ഞ സമയത്തിൽ ഈ ഫോൾട്ടുകളൊക്കെ കണ്ടുപിടിക്കുക, അതുപോലെ കമ്പോണൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക, ഇതൊക്കെയാണല്ലോ വേണ്ടത്. അല്ലാതെ ഒരുപാട് സമയം എടുത്തിട്ട് പഴയ രീതിയിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഓരോ ഭാഗങ്ങളും തിരിച്ചും മറിച്ചും നോക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എളുപ്പ വഴിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശരി, അപ്പം ഈ ഒരു മൾട്ടിമീറ്ററിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് കൊടുത്തിരിക്കുന്നത് സെലക്ടർ സ്വിച്ച്. ഇതിൽ എന്തൊക്കെ തരം മീറ്റർ ഉണ്ടെന്ന് നോക്കിക്കോളൂ. ഇതിനകത്ത് വരുന്നത് ഈ ഭാഗം 20 meg 200K ഈ ഓംസ് ചിഹ്നം കൊടുത്ത് ഇവിടെയൊക്കെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അളക്കാനാണ്. ഇത്രയും 1, 2, 3, 4, 5, 6 ഇത്രയും പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ എത്തുമ്പോൾ മാറി ഇവിടെ വോൾട്ടേജ് വരുന്നു. പിന്നെ ഇവിടെ വോൾട്ടേജ് ആണെങ്കിൽ AC സിമ്പിൾ. അപ്പോൾ ഈ ഭാഗം 2 AC വോൾട്ടേജും ഇത് മുഴുവൻ DC വോൾട്ടേജ് അഥവാ DC മില്ലി വോൾട്ട് ഒക്കെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇവിടെ ഒരു മൈക്രോ എന്ന ചിഹ്നം കൊടുത്തുകൊണ്ട് ഈ ഭാഗങ്ങൾ കപ്പാസിറ്റൻസ് അളക്കാൻ പോകുന്നതാണ്. ഇവിടെ അമ്മീറ്റർ, ഇവിടെ സെമി കണ്ടക്ടേഴ്സ്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനൊരു സ്വിച്ച് വെച്ചാണ് ഇങ്ങനെ തിരഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് വ്യത്യസ്ത മീറ്ററുകളാണ്. ഇത് ഓം മീറ്ററാണ്, അതുപോലെ ഇത് അമ്മീറ്ററാണ്, ഇത് വോൾട്ട് മീറ്ററാണ്. അങ്ങനെ വ്യത്യസ്ത തരം മീറ്ററുകളെ യോജിപ്പിച്ച് ഒരു ബോക്സിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിനെ മൾട്ടിമീറ്റർ അഥവാ മൾട്ടി പർപ്പസ് മീറ്റർ എന്ന് വിളിക്കാൻ കാരണം. യഥാർത്ഥത്തിൽ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മീറ്ററുകൾ ജോയിൻ്റ് ആയതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗമാണ് മെയിനായിട്ട് വേണ്ടത്. ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് തന്നെയാണ് നമ്മൾ സീരീസ് ലാമ്പ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തുന്നത്. ഒരു ബൾബും ചെറിയ 2 സോക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ മൾട്ടിമീറ്ററിൻ്റെ ഒരുവിധം ഉപയോഗങ്ങളൊക്കെ അതുകൊണ്ടും സാധിക്കും. അതും ഞാൻ വിവരിച്ചു തരാം. അപ്പോൾ ഇനി ഇതിൻ്റെ സെലക്ടർ സ്വിച്ച് ഓംസ് അളക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓംസിൽ വരാം. 200 ഓംസിൻ്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ 1 ഓംസ്, 2 ഓംസ്, 10 ഓംസ്, അതല്ലെങ്കിൽ 80 ഓംസ് അങ്ങനെ വരാം. അങ്ങനെ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ കളർ കോഡൊക്കെ നോക്കുന്ന പഴയ രീതിയാണെങ്കിൽ അത് നോക്കുമ്പം എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ റേഞ്ചിനേക്കാൾ എഴുതിയതിനേക്കാൾ താഴോട്ട് വരുന്ന വാല്യൂ വരെ നമ്മൾ ഇതിൽ അളക്കാവും. ടോളറൻസ് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ 200-ൽ നമ്മളെപ്പോഴും 180 ഓംസ് വരെയുള്ളത് ഇതിനകത്ത് അളക്കണം. അത് കഴിഞ്ഞാൽ 2000 എന്ന് പറഞ്ഞാൽ 2K ഓംസ് എന്ന് പറയാം. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ 2Kക്ക് താഴെ ഇപ്പോൾ 1K ആവാം, 1.8 ആവാം, 1.9K, 2Kക്ക് താഴെ വരുന്നത് വരെ ഈ റേഞ്ചിലളക്കാം. ഇതിലളന്നാൽ കാണിക്കില്ല, റോങ് ആയിരിക്കും. ഇതിലളക്കുക, അപ്പോഴേ അക്യുറേറ്റ് ആയിട്ട് കാണിക്കുള്ളൂ. ഇതിലൊക്കെ അളന്നാൽ കാണിക്കുമെന്ന് വെച്ചാൽ കാണിക്കും, പക്ഷേ വളരെ നമ്മൾ അക്യുറസി ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇതിൽ പിന്നെ വരുന്നത് 20K 20,000, അപ്പോൾ 10K 15K 19K ഇങ്ങനെയൊക്കെ വരുന്നത് ഇതിലളക്കുക. 200K വെച്ചാൽ 15K കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 100K വരാം, 150K വരാം. ഇതൊക്കെ ഇതിലണക്കുക 200K. പിന്നെ 470K അങ്ങനെ ഇതൊക്കെ വരുന്ന റേഞ്ചിൽ മെഗാ ഓമിലേക്ക് വരുന്ന സമയത്ത് 20 ml, പിന്നെ 200 m. ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ടർ സ്വിച്ച് നിങ്ങളിങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്നൊരു ടെസ്റ്റ് എന്നാൽ കണ്ടിന്യൂറ്റി ടെസ്റ്റ്. വയറൊക്കെ എന്തെങ്കിലും മുറിഞ്ഞു പോയോ അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഇതിനാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. ഇത് കറുപ്പും ചുവപ്പും ആയിരിക്കും. DC വോൾട്ടേജൊക്കെ അളക്കുന്ന സമയത്ത് ചുവപ്പിൽ പോസിറ്റീവും ബ്ലാക്ക് ഇതുമ്പോൾ കോമൺ എന്ന് പറഞ്ഞതിനകത്ത് ബ്ലാക്ക് കൊടുക്കുന്നു. അതുപോലെ വോൾട്ടേജ് അഥവാ മില്ലി ആംപ്സ് ബാക്കി എല്ലാ കാര്യവും ഇതും കൊടുക്കുന്നു. ഇനി വോൾട്ടേജ് അളക്കുന്ന സമയത്തും ഇത് തന്നെ ശ്രദ്ധിക്കണം. എന്ത് പറഞ്ഞാൽ ആദ്യം DC വോൾട്ടേജ് ആണോ അഥവാ AC വോൾട്ടേജ് ആണോ തിരിച്ചറിയാം. DC വോൾട്ടേജ് ആണെങ്കിൽ ഈ ചിഹ്നത്തിൻ്റെ അതും അളക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. നമുക്ക് വോൾട്ടേജ് അറിയാം. അപ്പോൾ ബാറ്ററി ആണെങ്കിൽ 12 വോൾട്ട് എന്നറിയാം. അതുപോലെ
200 വോൾട്ടാണോ 500 വോൾട്ടാണോ, AC ആണോ 230. അപ്പം റേഞ്ച് എപ്പോഴും ഇതിനെ സംബന്ധിച്ച് ഇവിടെ DC 500 200 എന്ന് കാണുന്നുണ്ട്, പിന്നെ 20. അപ്പം നമ്മൾ 12 വോൾട്ട് അല്ലെങ്കിൽ 18 വോൾട്ട് 20 വോൾട്ടിൽ താഴെ ഉള്ളതൊക്കെ സെലക്ടർ സ്വിച്ച് ഇവിടെ വെച്ചതിന് ശേഷം ഇളക്കണം, അല്ലെങ്കിൽ മീറ്ററിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 20 കഴിഞ്ഞ് 20ൻ്റെ മുകളിലാണ് 50 വോൾട്ടാവും 70 വോൾട്ടാവും 200. 200 കഴിഞ്ഞ് 250 അല്ലെങ്കിൽ 210 230 ഒക്കെ ഇങ്ങോട്ട് DC. അതുപോലെ തന്നെ ACനെ സംബന്ധിച്ച് നമുക്കിവിടെ 2 സെലക്ടറേ കാണുന്നുള്ളൂ, ഒന്ന് 200 ഒന്ന് 500. അപ്പോൾ വീട്ടിലെ കറണ്ടൊക്കെ അളക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 200-ന് മുകളായതുകൊണ്ട് ഈ 500-ൻ്റെ റേഞ്ചിലിട്ട് അളക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ കൈയൊന്നും വിരലൊരിക്കലും ഇതിൻ്റെ അറ്റത്ത് തൊടരുത് എന്നുള്ളതാണ്. വാങ്ങുന്ന സമയത്ത് 2 പ്രോബും ഇതുപോലെ ആയിരിക്കും, പക്ഷേ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് ഇതുപോലെ ഒരു ക്രോക്കഡൈൽ ക്ലിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഡ് അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു പ്രോബ് മാത്രം ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കും. അത് വളരെയധികം പ്രയോജനം ചെയ്യും. ഇതൊരു ടൈപ്പ് ഓഫ് മീറ്റർ. ഇനി കുറച്ചുകൂടി അക്യുറസി വേണമെങ്കിൽ വേറെ ടൈപ്പ് മീറ്റർ വരുന്നുണ്ട്. ഇതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് വേറൊരു മീറ്റർ. ഇതിലെന്തൊക്കെ ഉണ്ട് നോക്കൂ. ഇതിനകത്ത് ഓംസ് അളക്കുന്ന 200 റേഞ്ച് കൂടുതലുണ്ട്. 2K ഓംസ്, 20 K ഓംസ്, 200 K, 20 മെഗാ ഓംസ്. കപ്പാസിറ്ററിന് PF, NF, കപ്പാസിറ്റർ ഇതൊക്കെ കാണുന്ന മുഴുവൻ കപ്പാസിറ്ററാണ്. പിന്നെ വരുന്നത് മൈക്രോ ഹെൻറി അളക്കുന്നതാണ് വരുന്നത്. ഇത് C എഴുതിയ കപ്പാസിറ്റർ, മറ്റേ ഹെൻറി. L എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ. ഇവിടെയാണ് മൈക്രോ ഹെൻറീസ് ഒക്കെ വരുന്നത്. ഇതിനകത്ത് പ്രോപ്സിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്സ് കുറച്ചുകൂടി ക്വാളിറ്റി. നമ്മൾ SMD ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് അതിനനുയോജ്യമായ പ്രോബ് തന്നെ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ പ്രോബ് ഈ ഭാഗത്ത് വരുന്നത് പഴയ ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ബ്ലാക്ക് കൊടുക്കുന്നു, പോസിറ്റീവ് കൊടുക്കുന്നു. ഇതിൻ്റെ അറ്റം ശ്രദ്ധിക്കൂ, ഇതിൻ്റെ അറ്റം ഇങ്ങനെയാണ് വരുന്നത് പ്രോബ്. അപ്പോൾ നമുക്ക് ഒരു കൈ മതി. മാത്രമല്ല SMD കമ്പോണൻസൊക്കെ വളരെ സിമ്പിളായിട്ട് അളക്കാൻ ഇതിനെ കൊണ്ടാണ് ഏറ്റവും സാധിക്കുക. SMD ഒക്കെ അളക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബോർഡ് ഇതിനകത്ത് എന്തെങ്കിലും കമ്പോണൻ്റൊക്കെ അത് SMD റെസിസ്റ്റൻസോ അല്ലെങ്കിൽ കപ്പാസിറ്റർ വരികയാണെങ്കിൽ നോക്കിക്കോൾ. ജസ്റ്റ് നമുക്കത് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ തന്നെ അളക്കാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SMD കമ്പോണൻ്റ് അളക്കാം. അതിന് ഇങ്ങനത്തെ പ്രോപ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്സ് ഇരുന്നോട്ടെ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇത് കൂടാതെ മൾട്ടിമീറ്ററൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടൊരു ബസറും LED വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു മിനി മൾട്ടിമീറ്ററിൻ്റെ ഒരു പാരലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ട് ഞാൻ ഉടൻ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇത്രയൊക്കെയാണ് മൾട്ടിമീറ്ററിനെ കുറിച്ച് പൊതുവേ പറയാനുള്ളത്. ഇനി മൾട്ടിമീറ്റർ കൊണ്ട് നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ആദ്യം തന്നെ ജസ്റ്റ് സർവീസിങ് വീട്ടിലിപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇസ്തിരിപ്പെട്ടി കാണുമല്ലോ, അയൺ, ഇലക്ട്രിക് അയൺ. അപ്പോൾ ഇങ്ങനെ ഒരു അയൺ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ഇതുപോലെ ഒരു കോഡ് കാണും, പിന്നെ ഒരു ഇതുപോലെ സെലക്ടർ സ്വിച്ചും കാണും. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. ബേസിക് അറിയാൻ വേണ്ടി ഇലക്ട്രോണിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇലക്ട്രിക്കൽ ഒന്ന് നോക്കാമല്ലോ. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും മൾട്ടിമീറ്റർ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇതിൻ്റെ റേഞ്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഒരു 200K, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറയണ്ട വെച്ചു. പിന്നെ ഈ പ്രോബുകൾ തമ്മിൽ അറ്റം കൂട്ടിമുട്ടുമ്പോൾ അഥവാ ഷോർട്ടാകുമ്പോൾ എന്താ കാണിക്കുന്നത്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് 0 കണ്ടില്ലേ, 0 ആണ് കൃത്യമായിട്ട് കാണാൻ പോകുന്നത്, 0. ഇനി ഇതിൻ്റെ ഈ പ്ലഗിൻ്റെ ഈ പിന്നിൻ്റെ പ്രത്യേകത എന്താ, ഇതിൻ്റെ പിന്നാണ് നമ്മൾ എർത്ത് കണക്ഷൻ എന്ന് പറയുന്നത്. എർത്ത് ഇത് ഭൂമിയിലേക്ക് നമ്മൾ വീട്ടിലൊക്കെ പൈപ്പ് നിലത്തേക്ക് അടിച്ചിരിക്കുന്ന എർത്തിലേക്ക് പോകുന്ന വയറാണ്. അത് നമ്മളെ സെക്യൂരിറ്റി, നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് മെറ്റൽ ഭാഗം. മെറ്റൽ ഭാഗങ്ങളൊക്കെ നമ്മൾ എവിടെ 2 ഭാഗം ടച്ച് ചെയ്താലും മൾട്ടിമീറ്ററിൽ 0 തന്നെ കാണിക്കും. മീറ്ററിൽ നോക്കിക്കോളൂ, എവിടെ ടച്ച് ചെയ്താലും 0 ആയില്ലേ. അതുപോലെ ഇതും തമ്മിൽ കണക്ഷൻ വേണം. അപ്പോൾ എന്ത് വേണം, ഞാനിവിടെ ക്ലോക്കഡൈൽ ഇങ്ങനെ ജസ്റ്റ് കൊടുത്തു വെക്കുന്നു, ഇതിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ മീറ്ററിൽ എന്ത് കാണിക്കും നോക്കാം, മീറ്ററിൽ 0 കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ എർത്ത് കണക്ഷൻ വളരെ പെർഫെക്റ്റാണ് ഈ ഇലക്ട്രിക് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയില്ല. ഇനി വരുന്നത് എന്താണ്, ഈ 2 ഇതിലാണ് ഫേസും ന്യൂട്രും പോയിട്ട് നേരെ ഇതിൻ്റെ കോയിൽ ഹീറ്ററിലേക്ക് പോകുന്നത്. ഹീറ്റർ കോയിലും എർത്തും തമ്മിൽ ഒരിക്കലും ഷോർട്ട് ആവാൻ പാടില്ല. അങ്ങനെ ഷോർട്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൊടുത്തതിന് ശേഷം ഇവിടെയും ടച്ച് ചെയ്ത് നോക്കുമ്പോൾ വിരൽ ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി ആക്കിയെന്നേ ഉള്ളൂ. ഒരു സൈഡ് തട്ടിയാൽ കുഴപ്പമില്ല, പക്ഷെ തട്ടാതിരിക്കുകയാണ് നല്ലത്. ഇതിൽ നോക്കുമ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അത് 0 വന്നേനെ, ഇതിലുമില്ല. അപ്പം വേറെ ഷോർട്ടുകളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കോയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള, അപ്പോൾ തീർച്ചയായും ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാകും, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതുണ്ടെങ്കിൽ കോയിലും പെർഫെക്റ്റ്. അപ്പം ഈ ഇസ്തിരിപ്പെട്ടി വളരെ നല്ലതാണ്, നമുക്ക് അനുമാനിക്കാം. കൊടുത്തു നോക്കാം, ഒന്നതിൽ കൊടുത്തു, ജസ്റ്റ് 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ ലോ ഓംസ് ആണ്. അപ്പോൾ റേഞ്ച് ഞാൻ പറഞ്ഞ പോലെ താഴോട്ട് കൊണ്ടുവരിക. നമ്മൾ ഏതാണ്ടൊരു 51 to 59 ഓംസ് ഇതിൻ്റെ ഇമ്പിഡൻസ് ഉള്ളൂ. ഇനി അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്.
അങ്ങനെ വരാൻ കാരണം ഇതിനകത്ത് നേരിട്ട് കോയിലിലോട്ടല്ല പോകുന്നത്, ഇതിനകത്തൊരു സ്വിച്ച് കൂടെ വരുന്നുണ്ട്. മീൻസ് ഇവിടെ ഒരു ഹീറ്റ് കൺട്രോൾ സ്വിച്ച്, സെലക്ടർ സ്വിച്ച്, ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസും കൂടെ വരും. അങ്ങനെ ഒരു കോണ്ടാക്റ്റിൻ്റെ പ്രശ്നം കൂടെ വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ കോണ്ടാക്റ്റ് തൊട്ടിരിക്കുന്ന സമയത്ത് ചൂടാവുമ്പോൾ ഒരു ലിവർ ചൂട് കൊണ്ട് പെട്ടെന്ന് വളഞ്ഞു പോകുന്നു. അപ്പോൾ ഡിസ്കണക്റ്റ് ആയി. വീണ്ടും തണുത്ത് വരുമ്പോൾ വീണ്ടും ഇങ്ങനെ മുട്ടുന്നു. അങ്ങനെയാണ് ഇത് ഇൻറ്റേർണൽ വർക്കിംഗ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ മൾട്ടിമീറ്റർ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഏകദേശം മൾട്ടിമീറ്ററിൻ്റെ ഒക്കെ പ്രവർത്തനത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ സർക്യൂട്ടിൽ 1-2 മീറ്ററുകളൊക്കെ നന്നായിട്ട് പരിചയപ്പെടുത്തിയതിന് ശേഷം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ശേഷം, കൂടുതൽ വിശദമായി അടുത്ത സർവീസിങ്ങിലേക്കൊക്കെ കടക്കുന്ന സമയത്തും കൂടുതൽ സർക്യൂട്ട് പരിചയപ്പെടുന്ന സമയത്തും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഏതായാലും വീഡിയോ ഇത്ര സമയം കണ്ടതിന് നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.